ഹലോ സ്റ്റുഡൻസ്, ടോപ്പ് ട്യൂഷൻ്റെ ഇന്നത്തെ ക്ലാസ് 9 കെമിസ്ട്രി ചാപ്റ്റർ 5 കെമിക്കൽ കൈനറ്റിക്സ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് കെമിക്കൽ കൈനറ്റിക്സ്? കെമിക്കൽ കൈനറ്റിക്സ് എന്നാൽ നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത്? അതിലെന്താണ് നമ്മൾ പഠിക്കുന്നത്? കെമിക്കൽ കൈനറ്റിക്സ് കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ച് ആണ്. അത് എന്തൊക്കെയാണ് അതിനകത്ത് നമ്മൾ പഠിക്കുന്നത്? റേറ്റ് അഥവാ സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. കെമിക്കൽ റിയാക്ഷൻസിൻ്റെ സ്പീഡിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ സ്റ്റഡിയാണ് കെമിക്കൽ കൈനറ്റിക്സിൽ വരുന്നത്. ഏതൊക്കെ ഫാക്ടേഴ്സാണ് ആ സ്പീഡിനെ അഫക്റ്റ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പിന്നെ ഓരോ കെമിക്കൽ റിയാക്ഷൻസിൻ്റെയും ഇൻവോൾവ് ചെയ്തിരിക്കുന്ന സ്റ്റെപ്സ്, അതിൻ്റെ മെക്കാനിസവും അത്തരം കെമിക്കൽ റിയാക്ഷൻസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസാണ് നമ്മൾ കെമിക്കൽ കൈനറ്റിക്സിൽ പഠിക്കുന്നത്. ക്വസ്റ്റ്യൻ: വാട്ട് ഹാപ്പൻസ് വെൻ ഷുഗർ ഇസ് ഹീറ്റഡ്? ഷുഗറിനെ ഹീറ്റ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? ആൻസർ: വെൻ ഷുഗർ ഇസ് ഹീറ്റഡ്, ഷുഗർ ഹീറ്റ് ചെയ്താൽ ഫസ്റ്റ് അത് മെൽറ്റ് ചെയ്ത് ഒരു ബ്രൗൺ കളറിലേക്ക് മാറി സ്ലോലി അതൊരു ബ്ലാക്ക് റെസിഡ്യൂയിലേക്ക് മാറും. ആ ബ്ലാക്ക് റെസിഡ്യൂ ഓഫ് കാർബൺ ആണ്. കാർബൺ ഫോം ചെയ്ത് ബ്ലാക്ക് റെസിഡ്യൂ ആണ് നമ്മൾ കാണുന്നത്. ഇതാണ് ഷുഗർ ഹീറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ഷുഗർ C12H22O11 ഹീറ്റ് ചെയ്താൽ ഒരു ഡീകമ്പോസിഷൻ നടന്നിട്ട് കാർബണും H2O വാട്ടറുമായിട്ടാണ് സ്പ്ലിറ്റായി വരുന്നത്. ഈ കാർബണാണ് ബ്ലാക്ക് റെസിഡ്യൂ ആയിട്ട് നമ്മളിവിടെ കാണുന്നത്. ഈ റിയാക്ഷനിൽ നമ്മൾ ആഷ് ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ റിയാക്ഷൻ്റെ റേറ്റ് കൂടാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ജസ്റ്റ് ഒരു നോട്ടായിട്ട് ഓർക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ കെമിക്കൽ ചേഞ്ച് ഹൗ ഇസ് എ കെമിക്കൽ ചേഞ്ച് ഐഡൻറ്റിഫൈഡ്? ഈ റിയാക്ഷൻ നടന്നതിൻ്റെ കെമിക്കൽ ചേഞ്ച് നടന്നു എന്ന് നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണേ? കളർ ചേഞ്ച് ബ്ലാക്ക് റെസിഡ്യൂ ഫോം ചെയ്ത ആ കളർ ചേഞ്ച് നമുക്ക് കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഇസ് ദിസ്? ഈ കെമിക്കൽ റിയാക്ഷൻ്റെ ടൈപ്പ് ഏതാണ്? ഒരു ഒറ്റ കോമ്പൗണ്ട് റിയാക്ഷൻ നടന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഡീകമ്പോസസ് ഇൻ ടു എലമെൻസും കോമ്പൗണ്ട്സും ആയിട്ട് മാറി. ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഷുഗർ കാർബണും വാട്ടർ വേപ്പറുമായിട്ട് ഡീകമ്പോസ് ചെയ്തു. ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ക്വസ്റ്റ്യൻ: ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇസ് ആഡഡ് ടു സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റിലേക്ക് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്തു. ആൻസർ ദ ഗിവൺ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം കാർബണേറ്റും കൂടി റിയാക്ട് ചെയ്താൽ ഈ റിയാക്ഷൻ ഇതാണ്: സോഡിയം ക്ലോറിൻ NaCl, ദെൻ വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതാണ് ഈ കംപ്ലീറ്റ് റിയാക്ഷൻ. നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം അത്. വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ ഫസ്റ്റ്? ഈ റിയാക്ഷൻ നോക്കൂ. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഒരു പ്രോഡക്റ്റ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രസൻസ് നമുക്കറിയുന്നത് ബബ്ലിംഗ് അല്ലെങ്കിൽ എഫർവെസൻസ്. ഇത് കാണുമ്പോൾ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ജനറേറ്റ് ചെയ്തതെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് ഒബ്സർവേഷൻ: എഫർവെസൻസ് ഓർ ബബ്ലിംഗ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഈ സൊല്യൂഷൻ ഇറ്റ് ടേൺസ് സ്ലൈറ്റ്ലി വാം ഡ്യൂ ടു എക്സോതെർമിക് റിയാക്ഷൻ. ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ മേലെ നമ്മൾ കൈവച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചൂട് നമുക്ക് ഫീൽ ചെയ്യും. അതായത് ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഇത് രണ്ടുമാണ് ഈ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം കാർബണേറ്റും തമ്മിലുള്ള റിയാക്ഷൻ്റെ ഒബ്സർവേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹൗ ദ കെമിക്കൽ ചേഞ്ച് ഈസ് ഐഡൻറ്റിഫൈഡ്? ഈ കെമിക്കൽ ചേഞ്ച് നടന്നു നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടെമ്പറേച്ചറും എഫർവെസൻസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, അതായത് ബബ്ലിംഗ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ഇത് രണ്ടും നിന്ന് നമുക്ക് കെമിക്കൽ ചേഞ്ച് നടന്നു എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഈസ് ദിസ്? ഈ റിയാക്ഷൻ്റെ ടൈപ്പ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇതൊരു ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഫോളോഡ് ബൈ എ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കൂ. ഇവിടെ Na2CO3 സോഡിയം കാർബണേറ്റ് HCl ആയിട്ടുള്ള റിയാക്ഷനാണ് നടന്നിരിക്കുന്നത്. ഇവിടെ ആദ്യം നടന്നത് ഒരു ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷനാണ്. അതായത്
AB+CD ഫോമിൽ എയും ഡിയുമായിട്ട് ഫസ്റ്റ് പ്രോഡക്റ്റ്, അതായത് NaCl ആദ്യത്തെ പ്രോഡക്റ്റ്. രണ്ടാമത്തെ CB, ഇവിടെ CB ഏതാണ്? Hഉം CO3, അതായത് H2CO3. ഇത് കാർബോണിക് ആസിഡ് എന്നാണ് പറയുന്നത്, H2CO3. അപ്പോൾ ഒരു ഡബിൾ ഡികമ്പോസിഷൻ റിയാക്ഷനാണ് ആദ്യം നടന്നിരിക്കുന്നത്. അങ്ങനെ NaClഉം H2CO3, അതായത് കാർബോണിക് ആസിഡും കിട്ടി. ഇനി ഈ റിയാക്ഷൻ ഇവിടെ കൊണ്ട് നിൽക്കുന്നില്ല. രണ്ടാമത് ഒരു കാർബോണിക് ആസിഡിന്റെ ഒരു ഡീകമ്പോസിഷൻ റിയാക്ഷനും കൂടി നടക്കുന്നുണ്ട്. ഈ കാർബോണിക് ആസിഡിന്റെ ഡീകമ്പോസിഷൻ നടന്നിട്ടാണ് വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടായിരിക്കുന്നത്. H2CO3 gives H2O+ CO2. ഇനി കമ്പൈൻഡ് ഇക്വേഷൻ എഴുതുമ്പോൾ സോഡിയം കാർബണേറ്റ് പ്ലസ് HCl റിയാക്ട് ചെയ്താൽ NaClഉം കാർബോണിക് ആസിഡ് ജനറേറ്റ് ചെയ്ത അപ്പം തന്നെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ നടന്നിട്ട് വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ആകും. കമ്പൈൻഡ് ഇക്വേഷൻ Na2CO3 + 2HCl gives to NaCl + H2O+ CO2. അങ്ങനെയാണ് ആദ്യം ഒരു ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ നടന്നു. അതിൽ നിന്ന് വന്ന വൺ ഓഫ് ദ പ്രോഡക്റ്റ് ആയ കാർബോണിക് ആസിഡിന്റെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ നടന്നിട്ട് ഫൈനലി ഈ ഇക്വേഷനിൽ കെമിക്കൽ റിയാക്ഷൻ നടന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ: പൊട്ടാഷ്യം അയഡൈഡ് സൊല്യൂഷൻ ലെഡ് അസറ്റേറ്റുമായിട്ട് റിയാക്ട് ചെയ്താൽ ആ റിയാക്ഷൻ്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? ഇവിടെ റിയാക്ഷൻ നടത്താൻ നമ്മൾ എടുത്തിരിക്കുന്നത് പൊട്ടാഷ്യം അയഡൈഡും ലെഡ് അസറ്റേറ്റുമാണ്. ലെഡ് അസറ്റേറ്റ് PbCH3COO ട്വൈസ്, പൊട്ടാഷ്യം അയഡൈഡ് Ki. ഈ റിയാക്ഷൻ നടന്നാൽ കിട്ടിയാൽ നമുക്ക് പ്രോഡക്ട്സ് നോക്കൂ. PbI2 + CH3COOK. ഈ റിയാക്ഷൻ നടന്നാൽ അതിൻ്റെ മെയിൻ ഒബ്സർവേഷൻ ആയിട്ടുള്ളത് യെല്ലോ കളറിലുള്ള ലെഡ് അയഡൈഡ് ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ താഴെ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് സോളിഡ് ഫോമിൽ നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഈ പെർട്ടിക്കുലർ റിയാക്ഷൻ്റെ, പൊട്ടാഷ്യം അയഡൈഡും ലെഡ് അസറ്റേറ്റിൻ്റെ റിയാക്ഷൻ്റെ മെയിൻ ഒബ്സർവേഷൻ. ഇത് ഏത് ടൈപ്പ് റിയാക്ഷൻ എന്നാണ് അടുത്ത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഇവിടെ ലെഡ് അസറ്റേറ്റ്, പൊട്ടാഷ്യം അയഡൈഡ് രണ്ടും കോമ്പൗണ്ട്സ് ആണ്. ഈ രണ്ട് കോമ്പൗണ്ട്സും റിയാക്ട് ചെയ്താൽ കിട്ടുന്ന ഈ പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കൂ. AdCb ഫോമിലല്ലേ നോക്കൂ. PbI, ദാറ്റ് ഈസ് ഫസ്റ്റ് പ്രോഡക്റ്റ്. CH3COO CB ഫോമിലുള്ളത്. ഇത് ഏത് ടൈപ്പ് റിയാക്ഷനാണ്? ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. അത് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്നും പറയാറുണ്ട്. പിന്നെ ഇതൊരു പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തത് കാരണം കെമിക്കൽ റിയാക്ഷൻസിൽ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തതിന് ചിലപ്പോൾ നമ്മൾ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ എന്ന് പറയും. ആക്ച്വലി ഒരു ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ക്വസ്റ്റ്യൻ: given chemical reaction potassium iodide solution added to lead acetate solution. Answer the given questions. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് യുവർ ഒബ്സർവേഷൻ. ഇവിടെ പൊട്ടാഷ്യം അയഡൈഡ് ലെഡ് അസറ്റേറ്റുമായിട്ട് റിയാക്ട് ചെയ്താൽ ഈ ഇക്വേഷൻ നോക്കൂ. ലെഡ് അയഡൈഡും പൊട്ടാഷ്യം അസറ്റേറ്റുമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ ഈ റിയാക്ഷൻ നടക്കുമ്പോൾ ഫസ്റ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു യെല്ലോ കളർ, ബ്രൈറ്റ് യെല്ലോ കളറിലെ ഒരു പ്രസിപ്പിറ്റേറ്റ് ആണ് ഫോം ചെയ്യുന്നത്. ഈ കളർ ചേഞ്ച് വെച്ചിട്ടാണ് നമ്മൾ റിയാക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പിന്നെ ഈ ലെഡ് അയഡൈഡ് ആണ് ഈ യെല്ലോ കളറിലെ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് നമുക്ക് കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് വാട്ട് ഇസ് ദ ടൈപ്പ് ഓഫ് ദിസ് റിയാക്ഷൻ. ഇക്വേഷൻ ലെഡ് അസറ്റേറ്റ് പ്ലസ് പൊട്ടാഷ്യം അയഡൈഡ് രണ്ടും റിയാക്റ്റൻസ് ഓരോ കോമ്പൗണ്ട്സ് ആണ്. റിയാക്ഷൻ നടന്നു കഴിഞ്ഞാലുള്ള പ്രോഡക്ട്സ് നോക്കൂ. AdCb ഫോമിൽ, അതായത് ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ലെഡിലെയും പൊട്ടാഷ്യത്തിലെയും അയോൺസ് ഇന്റർചേഞ്ച് ചെയ്തിട്ടാണ് പ്രോഡക്റ്റ് ഫോം ചെയ്തിരിക്കുന്നത് AdCb ഫോമിൽ. സോ ഇതൊരു ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷനെ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്നും പറയും. പിന്നെ ഇതൊരു പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തു എന്ന അർത്ഥത്തിൽ പ്രസിപ്പിറ്റേറ്റ് റിയാക്ഷൻ എന്നും
ഇത്തരം കെമിക്കൽ റിയാക്ഷൻസിനെ പറയും. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് എ കോമ്പിനേഷൻ റിയാക്ഷൻ? എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ. കോമ്പിനേഷൻ റിയാക്ഷൻ എന്നാൽ എന്താണ്? എക്സാമ്പിൾ വെച്ചിട്ട് ആൻസർ ചെയ്യുക. ആൻസർ: കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് രണ്ടോ അതിൽ അധികമോ റിയാക്റ്റൻസ് കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ പ്രോഡക്റ്റ് ഫോം ചെയ്യുമ്പോഴാണ് അതിനെ കോമ്പിനേഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. എ ബി രണ്ട് ഡിഫറെൻറ്റ് എലമെൻസോ കോമ്പൗണ്ട്സോ ആണ്. അത് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു സിംഗിൾ പ്രോഡക്റ്റ് ആണ്. റിയാക്റ്റൻസിലെ എല്ലാ ആറ്റംസും കൂടി കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഫോമിലാണ് പ്രോഡക്റ്റ് ഉണ്ടാവുന്നത്. ഇത്തരം റിയാക്ഷൻസിനെയാണ് നമ്മൾ കോമ്പിനേഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. A+B gives AB. സിംഗിൾ എലമെൻറ്റ്സ് അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ പ്രോഡക്റ്റ്, ഒരു സിംഗിൾ കോമ്പൗണ്ട് ആയിട്ടാണ് പ്രോഡക്റ്റിൽ വരുന്നത്. കോമ്പിനേഷൻ റിയാക്ഷൻസ് എക്സോതെർമിക് ആകാം, എൻഡോതെർമിക് ആകാം. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് റിലീസ് ചെയ്യുന്നത്, എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്. കോമ്പിനേഷൻ റിയാക്ഷൻസ് ഇതിൽ രണ്ട് തരത്തിലുമാകാം, എക്സോതെർമിക്കോ അല്ലെങ്കിൽ എൻഡോതെർമിക്കോ ആകാം. ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോമ്പിനേഷൻ റിയാക്ഷൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഗിവ്സ് വാട്ടർ. ഇവിടെ ഹൈഡ്രജനും ഓക്സിജനും രണ്ട് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആണ്. അത് കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ പ്രോഡക്റ്റായ വാട്ടർ ഉണ്ടായിരിക്കുന്നത്. ഇതൊരു കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. കൊടുക്കുന്നതോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ക്വസ്റ്റ്യൻ: റെഫർ ദ ഗിവൺ കെമിക്കൽ റിയാക്ഷൻ ആൻഡ് ഐഡന്റിഫൈ ദ ഫോളോയിങ്. ഇതൊരു സിമ്പിൾ റിയാക്ഷൻ ആണ് തന്നിരിക്കുന്നത്. N2+ 3H2 gives 2NH3. അമോണിയയുടെ ഫോർമേഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് റിയാക്റ്റൻസ്. ഇവിടെ റിയാക്റ്റൻസ് ഏതൊക്കെയാണ്? നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞത് പ്രോഡക്ട്സ്. പ്രോഡക്റ്റ് ഏതാണ്? അമോണിയ NH3. ഇനി ഐഡന്റിഫൈ ചെയ്യേണ്ടത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ. ടൈപ്പ് ഓഫ് റിയാക്ഷൻ N2+ H2 gives NH3. രണ്ട് എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു സിംഗിൾ പ്രോഡക്റ്റ് ആണ്. റിയാക്റ്റൻസിലെ എല്ലാ ആറ്റംസ് കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ പ്രോഡക്റ്റ് ആയിട്ടാണ് പ്രോഡക്റ്റ് സൈഡിലുള്ളത്. ഇതൊരു കോമ്പിനേഷൻ റിയാക്ഷന് എക്സാമ്പിളാണ്. നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ പ്രോഡക്റ്റ് ആയ അമോണിയ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു കോമ്പിനേഷൻ റിയാക്ഷൻ. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് എ ഡീകമ്പോസിഷൻ റിയാക്ഷൻ? എക്സ്പ്ലെയിൻ വിത്ത് എ സ്യൂട്ടബിൾ എക്സാമ്പിൾ. ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്നാൽ എന്താണ്? എക്സാമ്പിൾ വെച്ചിട്ട് വിശദമാക്കുക. ആൻസർ: ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്നത് ഒരു സിംഗിൾ കോമ്പൗണ്ട് ബ്രേക്ക് ചെയ്തിട്ട്, അതായത് ഡീകമ്പോസ് ചെയ്തിട്ട് രണ്ടോ അതിൽ അധികമോ സബ്സ്റ്റൻസ് ആയിട്ട് പ്രോഡക്റ്റ് സൈഡിൽ വരുമ്പോൾ അത്തരം റിയാക്ഷൻസിന് നമ്മൾ പറയും ഡീകമ്പോസിഷൻ റിയാക്ഷൻ. AB ഒരു കോമ്പൗണ്ടാണ് റിയാക്റ്റൻ സൈഡിലുള്ളത്. ആ കോമ്പൗണ്ട് റിയാക്ഷൻ നടന്നതിന് ശേഷം നോക്കൂ, AB ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സോ അതോ എലമെൻറ്റ്സോ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഡീകമ്പോസ് ചെയ്ത ഫോമിലാണ് ഉള്ളത്. ഇത്തരം റിയാക്ഷൻസിനെ നമ്മൾ പറയും ഡീകമ്പോസിഷൻ റിയാക്ഷൻ. AB gives A+B. ഡീകമ്പോസിഷൻ റിയാക്ഷൻസും എക്സോതെർമിക്കോ അല്ലെങ്കിൽ എൻഡോതെർമിക്കോ ആകാം. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കാൽഷ്യം കാർബണേറ്റിൻ്റെ ഡീകമ്പോസിഷൻ ഒരു എക്സാമ്പിളാണ്. കാൽഷ്യം കാർബണേറ്റ് CaCO3 gives CaO+ CO2. കാൽഷ്യം കാർബണേറ്റ് റിയാക്റ്റൻ സൈഡിൽ ഒരു സിംഗിൾ റിയാക്റ്റൻ്റ് ആണുള്ളത്. അത് ഡീകമ്പോസ് ചെയ്തിട്ടാണ് രണ്ട് കോമ്പൗണ്ട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്, CaO ആൻഡ് CO2. അപ്പോൾ കാൽഷ്യം കാർബണേറ്റിൻ്റെ ഡീകമ്പോസിഷൻ ഇതൊരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: അമോണിയം ഡൈക്രോമേറ്റ് ഹീറ്റ് ചെയ്തു ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ. ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ചേഞ്ച് ഈസ് ഒബ്സർവ്ഡ്? അമോണിയം ഡൈക്രോമേറ്റിനെ ഹീറ്റ് ചെയ്താൽ എന്തൊക്കെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്? ആദ്യം ഒരു ബ്രൈറ്റ് വോൾക്കാനോ ഇഫക്റ്റ് വിത്ത് സ്പാർക്സ് ആണ്. ആ റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് ചൂടായിട്ടും ലൈറ്റിങ്ങോ ആയിട്ടും സ്പാർക്ക് ഒക്കെ ആയിട്ട് നമുക്ക് റിയാക്ഷൻ എക്സ്പീരിയൻസ് ഉണ്ടാവും. അവിടെ കളർ ചേഞ്ച്, ക്രോമിയം ട്രയോക്സൈഡിൻ്റെ ഗ്രീൻ കളറ് കാണാൻ പറ്റും.
ഈ റിയാക്ഷൻ്റെ ഫലമായിട്ട് വാട്ടർ വേപ്പർ ജനറേറ്റഡ് ആവും, അതും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നൈട്രജൻ ഒരു ഗ്യാസ് ആയിട്ട് ജനറേറ്റ് ചെയ്യും. നമുക്ക് റിയാക്ഷൻ നോക്കാം. വാട്ട് ഈസ് എ ടൈപ്പ് ഓഫ് ദിസ് റിയാക്ഷൻ? അമോണിയം ഡൈക്രോമേറ്റിൻ്റെ ഡീകമ്പോസിഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അമോണിയം ഡൈക്രോമേറ്റ് ഡീകമ്പോസ് ചെയ്തിട്ട് ക്രോമിയം ട്രയോക്സൈഡും വാട്ടർ ആൻഡ് നൈട്രജൻ ഗ്യാസ്. അതായത് ഇതൊരു ഡീകമ്പോസിഷൻ റിയാക്ഷനാണ്. കാരണം അമോണിയം ഡൈക്രോമേറ്റ് ഒരു സിംഗിൾ റിയാക്റ്റൻ്റ് റിയാക്ഷൻ നടന്നപ്പോൾ 3 എലമെൻറ്റോ അല്ലെങ്കിൽ കോമ്പൗണ്ടോ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഡീകമ്പോസ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഡീകമ്പോസിഷൻ റിയാക്ഷനാണ്. ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ പ്രോഡക്ട്സ് ഒബ്റ്റെയിൻഡ് വെൻ ലെഡ് നൈട്രേറ്റ് ഈസ് ഹീറ്റഡ്? വാട്ട് ഈസ് എ ടൈപ്പ് ഓഫ് ദ റിയാക്ഷൻ? ലെഡ് നൈട്രേറ്റ് ആണ് നമ്മൾ ഹീറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റിയാക്ഷൻ ടൈപ്പും ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എഴുതി നോക്കൂ. ലെഡ് നൈട്രേറ്റ് PbNO3 ട്വൈസ്. നമ്മൾ മുമ്പ് കണ്ടു ലെഡിൻ്റെ വാലൻസി 2 ആണ്, NO3യുടെ വാലൻസി 1 ആണ്. ലെഡിൻ്റെ വാലൻസി 2 NO3ക്ക് കൊടുത്തു, NO3യുടെ വാലൻസി 1 ലെഡിന് കൊടുത്തു. അങ്ങനെയാണ് PbNO3 ട്വൈസ് ആയത്. PbNO3 ട്വൈസ് ഹീറ്റ് ചെയ്യുമ്പോൾ PbO NO2 ആൻഡ് O2 സ്പ്ലിറ്റ് ചെയ്ത് ഡീകമ്പോസ് ചെയ്ത് 3 എലമെൻറ്റോ അല്ലെങ്കിൽ കോമ്പൗണ്ടോ ആയിട്ട് മാറിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വാട്ട് ആർ ദ പ്രോഡക്ട്സ് ഒബ്റ്റെയിൻഡ്? ലെഡ് ഓക്സൈഡ് PbO, നൈട്രജൻ ഡയോക്സൈഡ് NO2, ഓക്സിജൻ. 3 പ്രോഡക്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. വാട്ട് ഇസ് ദ ടൈപ്പ് ഓഫ് ദ റിയാക്ഷൻ? ഒരു സിംഗിൾ റിയാക്റ്റൻ്റ് ഡീകമ്പോസ് ചെയ്ത് മൾട്ടിപ്പിളായി മാറിയിരിക്കുന്നു. ഒരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ക്വസ്റ്റ്യൻ: ഒരു കുറച്ച് എമൗണ്ടിൽ കോപ്പർ കാർബണേറ്റ് ഒരു ബോയിലിംഗ് ട്യൂബിലെടുത്തിട്ട് ഹീറ്റ് ചെയ്തിരിക്കുന്നു. ആൻസർ ദ ഗിവൺ ക്വസ്റ്റ്യൻ. കോപ്പർ കാർബണേറ്റ് CuCO3. വാട്ട് ചേഞ്ച് ഈസ് ഒബ്സർവ്? എന്ത് ചേഞ്ചാണ് നമുക്ക് കാണാൻ പറ്റുക? CuCO3 റിയാക്ഷൻ ഹീറ്റ് ചെയ്തപ്പോൾ റിയാക്ഷൻ നടന്നിട്ട് ഡീകമ്പോസ് ചെയ്തിട്ട് CuO ആൻഡ് CO2 ഗ്യാസ് ഇതാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് എന്ത് ചേഞ്ചാണ് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ CuO കോപ്പർ ഓക്സൈഡ് ബ്ലാക്ക് സോളിഡ് ഫോമിലായിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെ ആ കളർ ചേഞ്ചും ആ ബ്ലാക്ക് സോളിഡ് ഫോമിൻ്റെ ഫോർമേഷനും കണ്ടിട്ട് നമ്മൾ റിയാക്ഷൻ നടന്നെന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അതാണ് ഒബ്സർവേഷൻ. ഏതൊക്കെയാണ് പ്രോഡക്റ്റ് ഉണ്ടായിരിക്കുന്നത്? CuCO3 ഡീകമ്പോസ് ചെയ്തിട്ട് CuO പ്ലസ് CO2. കോപ്പർ ഓക്സൈഡ് ബ്ലാക്ക് കളറിലുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇത് രണ്ടുമാണ്, കോപ്പർ ഓക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പ്രോഡക്റ്റായി വരുന്നത്. ഇത് ഒരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. CuCO3 ഡീകമ്പോസസ് ഇൻ ടു CuO ആൻഡ് CO2. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് എ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ? എക്സ്പ്ലെയിൻ വിത്ത് എ സ്യൂട്ടബിൾ എക്സാമ്പിൾ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്നാൽ എന്ത്? എക്സാമ്പിൾ വെച്ചിട്ട് വിശദമാക്കുക. ആൻസർ: ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്നാൽ ഒരു കെമിക്കൽ റിയാക്ഷനിൽ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ് വേറെ ഒരു ലെസ് റിയാക്റ്റീവായ എലമെൻറ്റിനെ അതിൻ്റെ കോമ്പൗണ്ടിൽ നിന്നും പുറത്താക്കിയിട്ട് ആ പ്ലേസിൽ വരുന്ന അത്തരം റിയാക്ഷനാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്യുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ എ ഒരു ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെൻ്റ് ആണ്, ബി ഒരു ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെൻ്റ് ആണ്. ബി അതിൻ്റെ കോമ്പൗണ്ട് ഫോമിലാണ് ഉള്ളത്. ബിയുടെ കോമ്പൗണ്ടിൽ നിന്നും ഈ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള എ ലെസ് റിയാക്റ്റീവായ ബിയെ ബിയുടെ കോമ്പൗണ്ടിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തു. ബി ഒരു സെപ്പറേറ്റ് എലമെൻ്റായി മാറി. ആ പൊസിഷനിൽ എ വന്നു. അങ്ങനെ AC പ്രോഡക്റ്റ് ഫോം ചെയ്തു. അതായത് ഒരു ഹൈ റിയാക്റ്റീവ് എലമെൻറ്റ് ലെസ് റിയാക്റ്റീവ് എലമെൻറ്റിനെ അതിൻ്റെ കോമ്പൗണ്ടിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്ത് ആ പൊസിഷനിലേക്ക് വന്നു. ഇത്തരം റിയാക്ഷൻസിനെയാണ് നമ്മൾ പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. A + BC ഗീവ് AC + B. ഡിസ്പ്ലേസിങ് എലമെൻറ്റ് കൂടുതൽ റിയാക്റ്റീവ് ആയിരിക്കണം. അതായത് ഡിസ്പ്ലേസിങ് എലമെൻറ്റ് A അത് കൂടുതൽ റിയാക്റ്റീവ് ആയിരിക്കണം. ഈ കോമ്പൗണ്ടിലുള്ള ആ എലമെൻറ്റ് അത് ലെസ് റിയാക്റ്റീവ് ആയിരിക്കണം. ആ കേസിലാണ് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കുക. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ സിങ്ക് + HCl, സിങ്ക് ക്ലോറൈഡ് + ഹൈഡ്രജൻ. ഇവിടെ സിങ്ക് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെൻ്റ് ആണ്. സിങ്കിന് HCl ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ
ലെസ് റിയാക്റ്റീവായ ഹൈഡ്രജനെ സെപ്പറേറ്റ് ചെയ്ത് ഒരു ഹൈഡ്രജൻ ഗ്യാസ് ആക്കി മാറ്റി സിങ്ക് ഈ പൊസിഷനിൽ വന്നു, സിങ്ക് ക്ലോറൈഡായി. ഒരു കാര്യം നോക്കുക, ഈ റിയാക്ഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്, പോപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. സിങ്കിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0-ൽ നിന്നും പ്രോഡക്റ്റ് സൈഡിൽ +2-ലേക്ക് മാറി, അതായത് സിങ്ക് ഓക്സിഡൈസ്ഡ് ആയി. Cl-ൻ്റെ നോക്കൂ, ഹൈഡ്രജൻ്റെ നോക്കൂ, +C-ന്ന് 0-ലേക്ക് കുറഞ്ഞിരിക്കുകയാണ്, അതായത് ഹൈഡ്രജൻ റെഡ്യൂസ്ഡ് ആയി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനിൽ എല്ലാനും അത് റെഡോക്സ് റിയാക്ഷൻസ് ആയിരിക്കും. ആ റെഡോക്സ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷനും ഉണ്ടാകും, റിഡക്ഷനും. ഏത് എലമെൻ്റ് ആണ് ഡിസ്പ്ലേസസ്, അതാണ് ഓക്സിഡൈസ്ഡ്. ഡിസ്പ്ലേസ് ചെയ്യുന്നത് വരുന്നത് സിങ്ക് ആണ്, ഡിസ്പ്ലേസ് ചെയ്തത് സിങ്ക് ആണല്ലോ, സിങ്ക് ആണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. ഹൈഡ്രജൻ ഡിസ്പ്ലേസ്ഡ് എലമെൻ്റ് ആണ്, അതായത് ഹൈഡ്രജനെ സെപ്പറേറ്റ് ഔട്ട് ചെയ്ത് ഒരു എലമെൻ്റൽ ഫോമിലേക്ക് മാറ്റി, അതായത് ഡിസ്പ്ലേസ്ഡ് എലമെൻ്റ് ആണ് ഹൈഡ്രജൻ. ആ ഹൈഡ്രജന് സംഭവിക്കുന്നത് റിഡക്ഷൻ. അങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ എനി ക്വസ്റ്റ്യൻ വരുവാണ്, ഈ റെഡോക്സ് റിയാക്ഷനുമായിട്ട് കമ്പൈൻ ചെയ്തുള്ള ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെയാണ് നോക്കട്ടെ. ഓക്സിഡേഷൻ നമ്പേഴ്സ് പോപ്പുലേറ്റ് ചെയ്യുക, ഓരോന്നിൻ്റെയും പോപ്പുലേറ്റ് ചെയ്ത് കമ്പയർ ചെയ്യുക, ഏത് എലമെൻറ്റിനാണ് ഓക്സിഡേഷൻ സംഭവിക്കുക, റിഡക്ഷൻ സംഭവിക്കുക എന്ന് മനസ്സിലാക്കുക. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ ഏത് എലമെൻ്റാണോ ഡിസ്പ്ലേസ് ചെയ്യുന്നത് അതിന് ഓക്സിഡേഷനും ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട ആ എലമെൻറ്റിന് റിഡക്ഷനുമാണ് സംഭവിക്കുക. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് എ ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ? ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷനെ വേറൊരു പേരിലും അറിയപ്പെടും, ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് വിശദമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ: ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്നാൽ കെമിക്കൽ റിയാക്ഷനിൽ ഇപ്പോൾ 2 കോമ്പൗണ്ട്സ് റിയാക്ഷനിൽ ഏർപ്പെടുമ്പോൾ ആ കോമ്പൗണ്ട്സ് അതിൻ്റെ എലമെൻറ്റ്സ് കോൺസ്റ്റിറ്റ്യുവൻ്റ് അയോൺസിനെ ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് 2 പുതിയ കോമ്പൗണ്ട്സ് ആയിട്ട് പ്രോഡക്റ്റ് ഫോമിലേക്ക് മാറും. ഇവിടെ AB ഒരു കോമ്പൗണ്ട്, CD രണ്ടാമത്തെ കോമ്പൗണ്ട്, ഇത് രണ്ടുമാണ് നമ്മുടെ റിയാക്റ്റൻസ്. ഈ റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ പ്രോഡക്റ്റിൽ എങ്ങനെയാണ് വരുന്നത്? അയോൺസ് എയുടെ കൂടെയുള്ള അയോണിനെ സിയിലേക്ക് കൊടുക്കും, സിയുടെ കൂടെയുള്ള അയൺ എയിലേക്ക് വരും. അതായത് അയോൺസിനെ ഇൻ്റർചേഞ്ച് ചെയ്തിട്ടാണ് ഇവർ റിയാക്ഷൻസിൽ ഏർപ്പെട്ടിരിക്കുന്നത്. AB + CD ഗീവ്സ് ഫസ്റ്റത്തെ പ്രോഡക്റ്റ് ഏതെന്നാണ്? AD. ഫസ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് AD ഫോമിലായിരിക്കും. രണ്ടാമത്തെ പ്രോഡക്റ്റിലെ രണ്ടാമത്തെ കോമ്പൗണ്ട് ഏതാണ്? CB. ഈ ഫോമിൽ വരുന്ന റിയാക്ഷൻസിനാണ് നമ്മൾ ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ അക്വസ് മീഡിയം ആവശ്യമാണ് ഈ റിയാക്ഷൻ നടക്കാനായിട്ട്. ഈ റിയാക്ഷൻസിൽ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻസ്, ഗ്യാസ് എവല്യൂഷൻ അല്ലെങ്കിൽ ഹീറ്റ് റിലീസ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം ഈ ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യാറുണ്ട്. ഇനി എക്സാമ്പിൾ നോക്കൂ. ഒരു പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ NaCl + AgNO3 2 കോമ്പൗണ്ട് റിയാക്ട് ചെയ്തു, കിട്ടുന്ന പ്രോഡക്റ്റ് നോക്കൂ. AD, അതായത് NaNO3 ആണ് ഫസ്റ്റ്, ദെൻ CB ഫോമിലുള്ളത് AgCl സെക്കൻഡ്. ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആസിഡും ബേസും റിയാക്ട് ചെയ്തിട്ട് സോൾട്ടും വാട്ടറും ഉണ്ടാകുന്ന ന്യൂട്രലൈസേഷൻ റിയാക്ഷനും ഒരു ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷനാണ്. നോക്കൂ, AD ഫോമിൽ വരുമ്പോൾ HOH, അതായത് HOH കമ്പൈൻ ചെയ്ത് വാട്ടർ. NaCl. CB ഫോമിൽ ഉള്ളത് നോക്കുമ്പോൾ NaCl + H2O. ന്യൂട്രലൈസേഷൻ റിയാക്ഷനും ഒരു ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷന് എക്സാമ്പിളാണ്. ക്വസ്റ്റ്യൻ: സോഡിയം ക്ലോറൈഡും സിൽവർ നൈട്രേറ്റും തമ്മിലുള്ള റിയാക്ഷൻ. റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് അയൺ ഈസ് ബോണ്ടഡ് ടു സോഡിയം അയൺ ഇൻ ദ ഫോം ഓഫ് റിയാക്റ്റൻസ്. റിയാക്റ്റൻസ് സൈഡിൽ ഏത് അയണാണ് സോഡിയത്തിൻ്റെ കൂടെ ബോണ്ടഡ് ആയിരിക്കുന്നത്? റിയാക്റ്റൻസ്
NaCl ഉം AgNO3 സോഡിയത്തിൻ്റെ കൂടെയുള്ളത് ക്ലോറൈഡ് അയോൺ Cl- അയോൺ. ഐഡൻറ്റിഫൈ ദ പ്രോഡക്റ്റ് precipitate. ഈ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ precipitate ചെയ്യപ്പെട്ട പ്രോഡക്റ്റ് ഏതാണ്? precipitate ചെയ്യുന്ന നമ്മൾ റിയാക്ഷനിൽ കാണിക്കുന്നത് ഇങ്ങനെ ഡൗൺ ആരോ കാണിക്കും. ഇതാണ് precipitate ചെയ്ത കോമ്പൗണ്ട്, അതായതാണ് AgCl, സിൽവർ നൈട്രേറ്റ്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഏത് മെറ്റൽ അയോൺ ആണ് ക്ലോറൈഡ് അയോൺ കമ്പൈൻ ചെയ്തത് പ്രോഡക്റ്റ് സൈഡിൽ? റിയാക്ടൻറ്റ് സൈഡിൽ നമ്മൾ കണ്ടു സോഡിയത്തിൻ്റെ കൂടെയാണ് ക്ലോറിൻ. ഇനി ചോദിച്ചിരിക്കുന്നത് പ്രോഡക്റ്റ് സൈഡിൽ ഈ ക്ലോറൈഡ് അയോൺ ഏതിൻ്റെ കൂടെയാണ്? Agയുടെ കൂടെയാണ്, സിൽവറിൻ്റെ കൂടെയാണ് പ്രോഡക്റ്റ് സൈഡിൽ ക്ലോറൈഡ് അയോൺ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റൽ അയോൺ ഡസ് നൈട്രേറ്റ് അയോൺ കമ്പൈൻ ഇൻ ദ ഫോം ഓഫ് പ്രോഡക്റ്റ്? നൈട്രേറ്റ് അയോൺ പ്രോഡക്റ്റിൽ ഏതിൻ്റെ കൂടെയാണ്? നൈട്രേറ്റ് അയോൺ റിയാക്ടൻറ്റ് സൈഡിൽ Agയുടെ കൂടെയാണ്, പക്ഷേ പ്രോഡക്റ്റ് സൈഡിൽ NAയുടെ കൂടെയാണ്. പ്രോഡക്റ്റ് സൈഡിൽ നൈട്രേറ്റ് അയോൺ സോഡിയത്തിൻ്റെ കൂടെയാണ്. ഇനി റിയാക്ഷൻ ഒന്ന് എഴുതി നോക്കൂ. ഇത് ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണെന്ന് നമുക്ക് NaCl + AgNO3 gives AgCl + NaNO3. ഇവിടെ ഫസ്റ്റത്തെ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് AD, ദാറ്റ് ഈസ് NaNO3. NaNO3 ഒരെണ്ണം. ഇനി രണ്ടാമത്തത് AgCl, CB ഫോമിൽ AgCl. അപ്പോൾ ഇതൊരു ഡബിൾ ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ്റെ എക്സാമ്പിളാണ്. NaCl + AgNO3, AgCl + NaNO3. ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ഗിവൺ കെമിക്കൽ റിയാക്ഷൻസ്. കെമിക്കൽ റിയാക്ഷൻസ് തന്നിട്ടുണ്ട്, ഇത് ഏത് ടൈപ്പ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. Zn + AgNO3 gives ZnNO3 twice + 2Ag. ഏത് ടൈപ്പ് റിയാക്ഷനാണ്? ഒരു എലമെൻറ്റ്, ഒരു കോമ്പൗണ്ട് റിയാക്ഷൻ നടന്നിട്ട് ഈ എലമെൻറ്റ് ഈ കോമ്പൗണ്ടിൽ നിന്നും എലമെൻറ്റിനെ പുറത്താക്കി ആ പ്ലേസിൽ വന്നു. ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. ഹൈലി റിയാക്റ്റീവായ സിങ്ക് ലെസ് റിയാക്റ്റീവായ സിൽവറിനെ അതിൻ്റെ കോമ്പൗണ്ടിൽ നിന്നും പുറത്താക്കി ആ പൊസിഷനിൽ ഇരുന്നു. ZnNO3 ആയി പ്രോഡക്റ്റ് ഫോം ചെയ്തു. ഇതൊരു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എക്സാമ്പിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, CaCO3 gives CaO + CO2. കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് CaO ആൻഡ് CO2 രണ്ട് സെപ്പറേറ്റ് കോമ്പൗണ്ട്സ് ആയി മാറി. സിംഗിൾ റിയാക്റ്റൻറ്റ് ഡീകമ്പോസ് ചെയ്ത് മൾട്ടിപ്പിൾ ആയിട്ട് മാറി. അതിന് നമ്മൾ പറയും ഡീകമ്പോസിഷൻ റിയാക്ഷൻ. തേർഡ് ക്വസ്റ്റ്യൻ, അയൺ + CuSO4 gives Cu + FeSO4. ഇവിടെ അയൺ ഒരു എലമെൻറ്റ്, Cu ലെസ് റിയാക്റ്റീവായ എലമെൻറ്റ്. അയൺ Cuവിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ട് അയൺ ആ പ്ലേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. മോർ റിയാക്റ്റീവായ അയൺ ലെസ് റിയാക്റ്റീവായ കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്തു. നെക്സ്റ്റ്, CuNO3 twice + Na2S gives Cus + 2NaNO3. രണ്ട് കോമ്പൗണ്ട്സ് ആണ് റിയാക്റ്റൻസ്. പ്രോഡക്റ്റിൽ നോക്കുകയാണെങ്കിൽ AdCb ഫോമിലാണ് നമുക്ക് കിട്ടുന്നത്. Cuൻ്റെ കൂടെ വരുന്നത് S, സൾഫർ. ഇനി രണ്ടാമത്തെ വരുന്നത് സോഡിയത്തിൻ്റെ കൂടെ NO3, ദാറ്റ് ഈസ് സോഡിയം നൈട്രേറ്റ്. ഇതൊരു ഡബിൾ ഡീകമ്പോസിഷൻ. AdCb ഫോമിലാണ് നമുക്ക് പ്രോഡക്റ്റ് വന്നിരിക്കുന്നത്. രണ്ട് പ്രോഡക്ട്സ് കമ്പൈൻ ചെയ്ത് അയോൺസ് ഇൻ്റർചേഞ്ച് ചെയ്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷനാണ്. നെക്സ്റ്റ് വൺ, SO2 + H2O gives H2SO3. രണ്ട് കോമ്പൗണ്ട്സ് കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ പ്രോഡക്റ്റായി മാറിയിരിക്കുന്നു. കോമ്പിനേഷൻ റിയാക്ഷന് എക്സാമ്പിളാണ്. ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ നേച്ചർ ഓഫ് റിയാക്റ്റൻസ് അഫക്ട് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ? റിയാക്റ്റൻസിൻ്റെ നേച്ചർ എങ്ങനെയാണ് റിയാക്ഷൻ സ്പീഡിനെ അഫക്റ്റ് ചെയ്യുന്നത്? എക്സ്പ്ലെയിൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. ആൻസർ, സബ്സ്റ്റൻസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസും അതിൻ്റെ നേച്ചറും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ സബ്സ്റ്റൻസിനും ഡിഫറെൻറ്റ് കെമിക്കൽ പ്രോപ്പർട്ടീസും അതിൻ്റേതായ നേച്ചറും ഉണ്ടാകും. ഇവിടെ
ഓരോ സബ്സ്റ്റൻസിൻ്റെയും റിയാക്ടിവിറ്റി ആ സബ്സ്റ്റൻസിൻ്റെ നേച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടായിരിക്കും. എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെഗ്നീഷ്യത്തിൻ്റെ റിയാക്ടിവിറ്റി ഭയങ്കര കൂടുതലാണ് കമ്പയർഡ് ടു സിങ്ക്, അതിനേക്കാളും കോപ്പറിനേക്കാളും കൂടുതലാണ്. അതായത് Mg, Zn, Cu ഈ ഓർഡറിലാണ് റിയാക്ടിവിറ്റി ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ ഈ Mgയുടെയും Zn ആൻഡ് Cu ഇതിൻ്റെ നേച്ചർ വ്യത്യാസം ഉണ്ടാവും. സെയിം എമൗണ്ട് ഡൈല്യൂട്ട് HClലേക്ക് ഈ ഈക്വൽ സൈസിൽ Mg, Zn, Cu റിയാക്ഷന് വിട്ടിട്ടുണ്ടെങ്കിൽ ഡിഫറെൻ്റ് ഒബ്സർവേഷനാണ് നമുക്ക് ഉണ്ടാകുന്നത്. കോപ്പർ ഏറ്റവും ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ളതാണ്. കോപ്പറിൻ്റെ ഈ HCl ആയിട്ടുള്ള റിയാക്ഷൻ നടന്നാൽ നമുക്ക് വിസിബിളായിട്ട് ഒരു ചേഞ്ചും അറിയാൻ പറ്റില്ല. കോപ്പർ ഡസ് നോട്ട് റിയാക്ട് അണ്ടർ നോർമൽ കണ്ടീഷൻ വിത്ത് HCl. പക്ഷേ സിങ്ക് ആണെങ്കിലോ കുറച്ചൊക്കെ റിയാക്റ്റീവാണ്. ഹൈഡ്രജൻ ഗ്യാസ് കുറച്ച് ബബിൾസ് ആയിട്ട് ലിബറേറ്റ് ചെയ്യും. ഒരു സ്ലോ റിയാക്ഷനാണ്. Mgയെ വെച്ച് നോക്കുമ്പോൾ, മെഗ്നീഷ്യത്തിനെ വെച്ച് നോക്കുമ്പോൾ സിങ്കിന് കുറച്ച് സ്ലോവർ റിയാക്ഷനാണ്, പക്ഷേ ബെറ്റർ ദാൻ കോപ്പറാണ്. ഇനി മെഗ്നീഷ്യമാണ് അതിൻ്റെ ഫാസ്റ്റസ്റ്റ് റിയാക്ഷൻ റേറ്റ് കാണിക്കുന്നത്. ബബിൾസ്, ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റഡ് ക്വിക്ക്ലി, മെഗ്നീഷ്യം റിബൺ സ്റ്റാർട്ട് ഡിസപ്പിയർ വെരി ഫാസ്റ്റ്. അതായത് മെഗ്നീഷ്യത്തിൻ്റെ റിയാക്ടിവിറ്റി നല്ല കൂടുതലാണ്, ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് റിയാക്ഷൻ നടക്കുന്നത്. ഇവിടെ സെയിം എമൗണ്ടിലെ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് ഈക്വൽ സൈസ്ഡ് ഈച്ച് മെറ്റൽ നമ്മൾ കൊടുത്തിട്ട് റിയാക്ഷൻ റേറ്റ് മാറി. അതായത് നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും റിയാക്ഷൻ്റെ റേറ്റ്. ക്വസ്റ്റ്യൻ: വൈ ഡസ് എ റിയാക്ഷൻ സ്പീഡ് അപ്പ് വെൻ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ് ഇൻക്രീസ്ഡ്? റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ റിയാക്ഷൻ്റെ റേറ്റ് കൂടുന്നതിന് കാരണം എന്താണ്? ആൻസർ: റിയാക്ഷൻ്റെ റേറ്റ് കോൺസെൻട്രേഷൻ കൂടുമ്പോൾ, റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ റിയാക്റ്റൻസിൻ്റെ റേറ്റ് കൂടും. കാരണം കോൺസെൻട്രേഷൻ കൂടുക എന്ന് പറയുന്നത് മോർ പാർട്ടിക്കിൾസ് ഓഫ് റിയാക്റ്റൻസ്, ഒരു യൂണിറ്റ് വോളിയം എടുത്താൽ മോർ പാർട്ടിക്കിൾസ് ഓഫ് റിയാക്റ്റൻസ് അവൈലബിൾ ഉണ്ടാകും. അതാണ് കോൺസെൻട്രേഷൻ കൂടുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാവുന്നത്. ഡൈല്യൂട്ട് കേസിൽ നോക്കുമ്പോൾ ഒരു യൂണിറ്റ് വോളിയം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ആ റിയാക്റ്റൻറ്റ് പാർട്ടിക്കിൾസ് കുറവായിരിക്കും. കോൺസെൻട്രേഷൻ കൂടുമ്പോൾ നമ്പർ ഓഫ് റിയാക്റ്റൻറ്റ് പാർട്ടിക്കിൾസ് കൂടും. റിയാക്റ്റൻറ്റ് പാർട്ടിക്കിൾസ് കൂടുക എന്ന് പറയുമ്പോൾ സെയിം വോളിയം എടുത്ത് കൂടുതൽ റിയാക്റ്റൻറ്റ് പാർട്ടിക്കിൾസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇഫക്റ്റീവ് കൊളീഷൻ ഉണ്ടാകാൻ പറ്റും. കൂടുതൽ ഇഫക്റ്റീവ് കൊളീഷൻ ഉണ്ടായാൽ റിയാക്ഷൻ്റെ റേറ്റ് കൂടും. മെഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ടുള്ള റിയാക്ഷൻ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ കോൺസെൻട്രേറ്റഡ് HClഉം നെക്സ്റ്റിൽ ഡൈല്യൂട്ട് HClഉം എടുത്തു. സെയിം സൈസിലുള്ള മെഗ്നീഷ്യം നമ്മൾ റിയാക്ഷന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ട്യൂബിൽ ഏതിനാണ് കോൺസെൻട്രേഷൻ കൂടുതലുള്ള HCl എടുത്തിരിക്കുന്നത് ആ റിയാക്ഷൻ റേറ്റ് ആയിരിക്കും കൂടുതൽ. അതായത് റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ റിയാക്ഷൻ്റെ റേറ്റ് കൂടും. മെഗ്നീഷ്യവും HClഉം തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ മെഗ്നീഷ്യം ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ, കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിലെ ടെസ്റ്റ് ട്യൂബിൽ ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്ന ബബ്ലിംഗ് നല്ല കൂടുതലായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ: ഒരു സ്റ്റീൽ വൂൾ നമ്മൾ നോർമൽ എൻവയൺമെൻറ്റിൽ ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ള റിയാക്ഷനാണ് നടക്കുക. അതുതന്നെ ചൂടാക്കിയ ആ സ്റ്റീൽ വൂൾ ഒരു ഓക്സിജൻ റിച്ച് എൻവയറൺമെൻറ്റിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ബേണിംഗ് റിയാക്ഷനാണ് നമുക്ക് അവിടെ കാണുന്നത്. അതിൻ്റെ കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെയും കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ് ആണ് മെയിനായിട്ട് വരുന്നത്. നോർമൽ എൻവയൺമെൻറ്റിൽ ഈ സ്റ്റീൽ വൂൾ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ നടക്കുന്ന ഓക്സിഡേഷൻ അതിൻ്റെ റേറ്റ് കുറവായിരിക്കും. കാരണം നോർമൽ എൻവയൺമെൻറ്റിൽ എയറിലുള്ള ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ അപ്രോക്സിമേറ്റ്ലി 21% ആണ്. അപ്പോൾ റിയാക്ഷൻ്റെ റേറ്റ് ഇത്തിരി കുറവായിരിക്കും. ഈ ഓക്സിജൻ റിച്ച് എൻവയൺമെൻറ്റിലേക്ക് വരുമ്പോൾ ഈ ഓക്സിജൻ്റെ പെർസെൻറ്റേജ് നല്ല കൂടുതലായത് കാരണം ഓക്സിഡേഷൻ റിയാക്ഷൻ നടക്കാൻ ആ കൂടുതൽ കോൺസെൻട്രേഷൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ വിഗറസ് ബേണിംഗ് ഓക്സിജൻ റിച്ച് എൻവയൺമെൻറ്റിൽ നടക്കും. Subscribe to this channel for more videos like this. ക്വസ്റ്റ്യൻ: ഇൻക്രീസിംഗ് ദ സർഫസ് ഏരിയ എങ്ങനെയാണ് റിയാക്ഷൻ റേറ്റ് കൂടാൻ ഹെൽപ്പ് ചെയ്യുന്നത്? എക്സാമ്പിൾ വെച്ചിട്ട്
എക്സ്പ്ലെയിൻ ചെയ്യണം. ആൻസർ: റിയാക്റ്റൻസ്, എസ്പെഷ്യലി ദ സോളിഡ് ആയിട്ടുള്ള റിയാക്റ്റൻസ് പൗഡർ ഫോമിൽ ഉപയോഗിക്കുമ്പോൾ സർഫസ് ഏരിയ കൂടുകയാണ് ചെയ്യുന്നത്. സോളിഡ് ഒരു ക്രിസ്റ്റൽ പീസായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പുറമേയുള്ള ആ പാർട്ടിക്കിൾസ് മാത്രമാണ് അടുത്ത റിയാക്റ്റൻറ്റുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ വരുള്ളൂ. അപ്പോൾ സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടി നമ്മൾ പൗഡർ ഫോമിൽ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ റിയാക്റ്റൻറ്റ് പാർട്ടിക്കിൾസിന് അടുത്ത റിയാക്റ്റൻസും ആയിട്ട് ഇൻറ്ററാക്ഷൻ വരും, മോർ കൊളീഷൻസ് വരും. കൂടുതൽ കൊളീഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇഫക്റ്റീവ് കൊളീഷനും അതനുസരിച്ചിട്ട് പ്രൊപ്പോർഷണലി കൂടും. അങ്ങനെ റിയാക്ഷൻ റേറ്റ് പൗഡർഡ് ഫോമിൽ, അതായത് സർഫസ് ഏരിയ കൂടിയ സിനാരിയോയിൽ റിയാക്ഷൻ റേറ്റ് കൂടും. എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ലൈഫിൽ ഷുഗർ പൗഡറായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എളുപ്പത്തിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റും. വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വുഡൻ ലോഗ്സ്, അത് ചെറിയ ചെറിയ പീസാക്കുമ്പോഴേക്കും അതിന് കത്തിക്കാൻ നല്ല എളുപ്പമാണ്. കാരണം ചെറിയ ചെറിയ പീസാക്കുമ്പോഴേക്കും സർഫസ് ഏരിയ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റിയാക്ഷൻ റേറ്റ് കൂടാം. അപ്പോൾ ബേണിങ്ങിനെ കൂടുതൽ ഹെൽപ്ഫുൾ ആകും ചെറിയ പീസിലേക്ക് മാറ്റുന്നു. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് എ റോൾ ഓഫ് ടെമ്പറേച്ചർ ഇൻ കെമിക്കൽ റിയാക്ഷൻസ്? കെമിക്കൽ റിയാക്ഷൻസിലെ ടെമ്പറേച്ചറിൻ്റെ റോൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ: ടെമ്പറേച്ചറിന് കെമിക്കൽ റിയാക്ഷൻസിന് നല്ല റോളുണ്ട്. ചൂടാക്കുമ്പോൾ കെമിക്കൽ റിയാക്ഷൻസിൽ ഏർപ്പെട്ടിരിക്കുന്ന ആ റിയാക്റ്റൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ കൈനറ്റിക് എനർജിയാണ് നമ്മൾ കൂട്ടുന്നത്. കൈനറ്റിക് എനർജി കൂടുക എന്നതിനർത്ഥം റിയാക്റ്റൻറ്റ് പാർട്ടിക്കിൾസിന് കൂടുതൽ ഫാസ്റ്ററായിട്ട് മൂവ് ചെയ്ത് കൂടുതൽ കൊളീഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. റിയാക്റ്റൻറ്റ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള കൊളീഷൻ കൂടും. കൂടുതൽ കൊളീഷൻ ആയാൽ കൂടുതൽ ഇഫക്റ്റീവ് കൊളീഷനാണ് നമ്പർ കൂട്ടുന്നത്. റിയാക്റ്റൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ കൈനറ്റിക് എനർജി കൂടുക എന്ന് പറയുമ്പോൾ കൂടുതൽ എളുപ്പത്തിൽ അവർക്ക് ത്രെഷോൾഡ് എനർജിയുടെ ലെവലിലേക്ക് കൂടുതൽ പാർട്ടിക്കിൾസിന് എത്താൻ പറ്റും. ത്രെഷോൾഡ് എനർജി ലെവലിൽ ക്രോസ് ചെയ്താൽ അത് പ്രോഡക്റ്റിലേക്ക് മാറും. അപ്പോൾ റിയാക്ഷൻ്റെ റേറ്റ് ടെമ്പറേച്ചർ കൂടുമ്പോൾ കൂടുകയാണ് ചെയ്യുന്നത്. ഇവിടെ T1 T2 ആണ് കൂടുതൽ. T2ൻ്റെ കേസിൽ ഇതാണ് പ്രോഡക്റ്റ് ഫോം ചെയ്ത ഈ ബ്ലൂ മാർക്ക് ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് പ്രോഡക്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടായത് ടെമ്പറേച്ചർ കൂടിയ സിനാരിയോയിലാണ് കൂടുതൽ. ടെമ്പറേച്ചർ കൂടുമ്പോൾ റിയാക്ഷൻ റേറ്റ് കൂടും. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് എ കാറ്റലിസ്റ്റ്? എക്സ്പ്ലെയിൻ ദെയർ റോൾ ഇൻ എ കെമിക്കൽ റിയാക്ഷൻ വിത്ത് എ സ്യൂട്ടബിൾ എക്സാമ്പിൾ. കാറ്റലിസ്റ്റ് എന്നാൽ എന്ത്? കാറ്റലിസ്റ്റിൻ്റെ റോൾ ഒരു കെമിക്കൽ റിയാക്ഷൻസിൽ ഉള്ളത് അത് എക്സാമ്പിൾ വെച്ചിട്ട് വിശദീകരിക്കുക. ആൻസർ: കാറ്റലിസ്റ്റ് എന്നത് ഒരു സബ്സ്റ്റൻസ്, നമ്മൾ കെമിക്കൽ റിയാക്ഷൻസിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ്, അതാണ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റ് കെമിക്കൽ റിയാക്ഷൻസിൽ ഡയറക്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അവരുടെ ഒരു സാന്നിധ്യം, ഒരു പ്രസൻസ് മാത്രമാണ് ഈ കെമിക്കൽ റിയാക്ഷൻസിൽ ഉണ്ടാകുന്നത്. കാറ്റലിസ്റ്റിന് ഒരു കെമിക്കൽ ചേഞ്ച് ഒന്നും നടക്കില്ല കെമിക്കൽ റിയാക്ഷൻസിൽ. എങ്ങനെയാണ് കാറ്റലിസ്റ്റ് കെമിക്കൽ റിയാക്ഷൻസിൻ്റെ സ്പീഡ് കൂട്ടുന്നത്? കാറ്റലിസ്റ്റ് ആക്ടിവേഷൻ എനർജീനെ കുറച്ച് കൊണ്ടുവന്നിട്ടാണ് കെമിക്കൽ റിയാക്ഷൻസിൻ്റെ റേറ്റ് കൂട്ടുന്നത്. നമ്മൾ പഠിച്ചു റിയാക്റ്റൻസിന് ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജിയിൽ ക്രോസ് ചെയ്താൽ മാത്രമാണ് പ്രോഡക്റ്റ് ഫോമിലേക്ക് മാറാൻ പറ്റുള്ളൂ. ആ മിനിമം വേണ്ട ആ എനർജീനെ കുറച്ച് കൊണ്ടുവരുന്ന റോളാണ് കാറ്റലിസ്റ്റിനുള്ളത്. ഇവിടെ രണ്ട് റിയാക്റ്റൻസ് തമ്മിലുള്ള റിയാക്ഷൻ നടക്കുമ്പോൾ ഈ കാറ്റലിസ്റ്റ് ഇതിൻ്റെ കൂടെ പ്രസൻ്റ് ആണ്. റിയാക്ഷൻസിൽ ഡയറക്റ്റ് ഏർപ്പെടുന്നില്ല, പക്ഷേ ലോവർ ചെയ്യുന്ന ആക്ടിവേഷൻ എനർജി, ത്രെഷോൾഡ് എനർജീനെ കുറച്ച് കൊണ്ടുവന്ന് കൂടുതൽ പ്രോഡക്റ്റ് ഫോം ചെയ്യാനുള്ള ആ റേറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. ആക്ടിവേഷൻ എനർജി ഇതാണ് EA. നോർമൽ സിനാരിയോയിൽ ഇതാണ്. ഇത്രയും എനർജി ഉണ്ടെങ്കിൽ മാത്രമേ പ്രോഡക്റ്റ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. കാറ്റലിസ്റ്റിൻ്റെ കൂടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും എനർജിയിലേക്ക് ആവശ്യമില്ല. എനർജി ലെവൽ കുറഞ്ഞു. ഒരു കുറച്ച് എനർജി ലെവൽ ആകുമ്പോൾ തന്നെ പ്രോഡക്റ്റ് ഫോമിലേക്ക് മാറാനായിട്ട് ഈ കാറ്റലിസ്റ്റ് ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇൻറ്റു വാട്ടർ ആൻഡ് ഓക്സിജൻ. ഇവിടെ മാംഗനീസ് ഡയോക്സൈഡാണ് ഒരു കാറ്റലിസ്റ്റ് രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. മാംഗനീസ് ഡയോക്സൈഡ് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡീകമ്പോസിഷനെ ഇൻക്രീസ് ചെയ്യും, റിയാക്ഷൻ റേറ്റ് കൂട്ടും.
Question. What are enzymes? What is the role of enzyme in a chemical reaction? എൻസൈംസ് എന്നാൽ എന്താണ്? എൻസൈമുകളുടെ റോൾ കെമിക്കൽ റിയാക്ഷൻസിൽ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ആൻസർ. എൻസൈം എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ്. നമ്മുടെ ലിവിങ് ഓർഗാനിസംസിൻ്റെ ഉള്ളിലുള്ള കെമിക്കൽ റിയാക്ഷൻസിനെ റിയാക്ഷൻ റേറ്റ് കൂട്ടാൻ, സ്പീഡ് കൂട്ടാൻ വേണ്ടി പ്രവർത്തിക്കുന്ന കാറ്റലിസ്റ്റിൻ്റെ രൂപത്തിൽ പ്രവർത്തിക്കുന്ന സ്പെഷ്യലൈസ്ഡ് പ്രോട്ടീൻ മോളിക്യൂൾസ് ആണ് എൻസൈംസ്. എൻസൈംസും നമ്മൾ നോർമൽ റിയാക്ഷൻസിൽ, അതായത് പുറത്ത് നമ്മൾ കാണുന്ന റിയാക്ഷൻസിൻ്റെ നോർമൽ ടെമ്പറേച്ചറിൽ നടക്കുന്ന റിയാക്ഷൻസിൻ്റെ സ്പീഡ് കൂട്ടാൻ നമ്മൾ കാറ്റലിസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. സിമിലർ വേയിൽ നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഉള്ളിലുള്ള റിയാക്ഷൻസ് നടക്കുമ്പോൾ ടെമ്പറേച്ചർ നോർമൽ കണ്ടീഷനിൽ തന്നെയാണ് നടക്കാൻ പറ്റുള്ളൂ. ടെമ്പറേച്ചർ നമുക്ക് കൂട്ടാൻ പറ്റില്ല. ആ സിനാരിയോയിൽ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഉള്ളിലുള്ള ആ റിയാക്ഷൻസിൻ്റെ റേറ്റ് കൂട്ടാൻ വേണ്ടി കാറ്റലിസ്റ്റിനെ മാതിരി ഈ എൻസൈംസ് പ്രവർത്തിക്കും. അവിടെ ഈ കാറ്റലിസ്റ്റ് പ്രവർത്തിക്കുന്നത് റിയാക്ഷൻസിൻ്റെ ത്രെഷോൾഡ് എനർജീനെ കുറച്ച് കൊണ്ടുവന്ന് കൂടുതൽ റിയാക്റ്റൻസിനെ പെട്ടെന്ന് പ്രോഡക്റ്റ് ഫോമിലേക്ക് മാറ്റുന്ന അതേ മെത്തേഡ് തന്നെയാണ് എൻസൈമും ചെയ്യുന്നത്. ഇവിടെ എൻസൈം ഇല്ലാത്ത പ്രസൻസിൽ ഇത്രയും ആക്ടിവേഷൻ എനർജി വേണമായിരുന്നു. എൻസൈമിൻ്റെ പ്രസൻസിൽ ആണെന്നുണ്ടെങ്കിൽ ആ റിയാക്ഷൻ കുറച്ചും കൂടി ചെറിയ എനർജിയിൽ പ്രോഡക്റ്റിലേക്ക് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കാറ്റലിസ്റ്റ് വർക്ക് ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഉള്ളിൽ എൻസൈംസും വർക്ക് ചെയ്യുന്നത്. എക്സാമ്പിൾ, മെറ്റബോളിക് പ്രോസസ്സിനെ എല്ലാം നല്ല എഫിഷ്യൻ്റ് ആക്കാനായിട്ട് ഒപ്റ്റിമൽ കണ്ടീഷൻ, അതായത് ടെമ്പറേച്ചർ ഒന്നും കൂട്ടാനെന്നുള്ള ഓപ്ഷനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഉള്ള കണ്ടീഷനിൽ ആ നോർമൽ സിറ്റുവേഷനിൽ നമ്മൾ റിയാക്ഷൻ റേറ്റ് കൂട്ടാൻ എൻസൈം നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ, അമിലേസ് ഇൻ സലൈവ. ആ എൻസൈമാണ് സ്റ്റാർച്ചിനെ മാൾട്ടോസായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ. ക്യുക്ലൈം, അതായത് CaO, കാൽഷ്യം ഓക്സൈഡ്, ഒരു ബീക്കറിൽ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് വാട്ടർ ആഡ് ചെയ്തു. ഈ സിനാരിയോ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് എ ഒബ്സർവേഷൻ. ക്യുക്ലൈം വാട്ടറുമായി റിയാക്ട് ചെയ്താൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആയ ഒരു എക്സോതെർമിക് റിയാക്ഷനാണ് അവിടെ നടക്കുന്നത്. അതായത് ബീക്കറിന് ഒരു ചെറിയ ചൂട്, നമുക്ക് എക്സോതെർമിക് പറഞ്ഞാൽ ഹീറ്റ് റിലീസ് ചെയ്യുന്ന റിയാക്ഷനാണ്. ബീക്കറിൽ തൊട്ടാൽ ഒരു ടെമ്പറേച്ചർ നമുക്ക് അനുഭവം. വാട്ട് ഈസ് എ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദിസ് റിയാക്ഷൻ? കാൽഷ്യം ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഹീറ്റ് എക്സോതെർമിക് ആയത്, ഹീറ്റും ജനറേറ്റ് ചെയ്തിരിക്കുന്നു. ഇനി കെമിക്കൽ ഇക്വേഷൻ എഴുതി. കാൽഷ്യം ഓക്സൈഡ് വാട്ടറുമായി റിയാക്ട് ചെയ്ത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, ഇതിന് പറയും സ്ലേക്കട്ട് ലൈം, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇത് ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ്? ഇവിടെ നോക്കൂ, കാൽഷ്യം ഓക്സൈഡ് വാട്ടർ, രണ്ട് കോമ്പൗണ്ട്സ് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന കോമ്പൗണ്ട് ഒരു സിംഗിൾ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ രണ്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ പ്രോഡക്റ്റിലേക്ക് മാറുമ്പോൾ കോമ്പിനേഷൻ റിയാക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Classify the given chemical reactions. First question. Magnesium plus hydrochloric acid gives magnesium chloride plus hydrogen. മെഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും റിയാക്ട് ചെയ്തിട്ട് മെഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനുമാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നോക്കൂ, മെഗ്നീഷ്യം ഒരു എലമെൻ്റ് ആണ്. അടുത്ത റിയാക്റ്റൻ്റായ HCl ഒരു കോമ്പൗണ്ടാണ്. റിയാക്ഷൻ നടന്നതിന് ശേഷം ഈ ഹൈലി റിയാക്റ്റീവായ മെഗ്നീഷ്യം HCl എന്ന ഈ ഹൈഡ്രജൻ, ലോ റിയാക്റ്റീവായ ഹൈഡ്രജൻ്റെ കോമ്പൗണ്ടാണ് HCl. ഹൈലി റിയാക്റ്റീവ് എലമെൻറ്റ് HClൽ നിന്നും ലോ റിയാക്റ്റീവ് ഹൈഡ്രജനെ സെപ്പറേറ്റ് ചെയ്തു, ആ പൊസിഷനിൽ വന്നു, മെഗ്നീഷ്യം ക്ലോറൈഡായി ഡിസ്പ്ലേസ് ചെയ്തു. മെഗ്നീഷ്യം ഡിസ്പ്ലേസസ് ഹൈഡ്രജൻ ഫ്രം ഹൈഡ്രജൻസ് കോമ്പൗണ്ട് HCl. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, ഹൈലി റിയാക്റ്റീവ് മെഗ്നീഷ്യം ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2Hi gives H2 plus I2. ഹൈഡ്രജൻ അയഡൈഡ് ഡീകമ്പോസ് ചെയ്തിട്ട് രണ്ട് എലമെൻറ്റ്സ് ആയി മാറിയിരിക്കുന്നു. കംപ്ലീറ്റ്ലി ഒരു സിംഗിൾ പ്രോഡക്റ്റ് ഡീകമ്പോസ് ചെയ്ത് മൾട്ടിപ്പിളായി മാറിയിരിക്കുന്നു. ഒരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗിവ് സം എക്സാമ്പിൾസ് ഓഫ് വെരി ഫാസ്റ്റ്, മീഡിയം സ്പീഡ് ആൻഡ് വെരി സ്ലോ റിയാക്ഷൻസ്. ഓക്കെ, വെരി ഫാസ്റ്റ് റിയാക്ഷൻസ്, പെട്ടെന്ന് നടന്നിട്ട് റിയാക്ഷൻ നടന്ന് ക്ലോസ് ചെയ്യുന്ന അത്തരം റിയാക്ഷൻസിൻ്റെ എക്സാമ്പിൾ. ഇത്തരം എക്സാമ്പിൾ വെച്ചിട്ട് 1 word ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് എക്സാമിന്. അപ്പോൾ
എല്ലാ ടൈപ്പിലുള്ള സ്പീഡിലുള്ള റിയാക്ഷൻസിൻ്റെയും 1-2 എക്സാമ്പിൾ ബൈ ഹാർട്ടാക്കുക. വെരി ഫാസ്റ്റ് റിയാക്ഷൻ കമ്പഷൻ ഓഫ് ഹൈഡ്രജൻ്റെ കമ്പഷൻ വെരി ഫാസ്റ്റായി നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷനാണ്. ഫയർ ക്രാക്കേഴ്സിൻ്റെ എക്സ്പ്ലോഷനും പെട്ടെന്ന് തന്നെ നടക്കും. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻസ് ഓഫ് ആസിഡ് ആൻഡ് ബേസ്, ഇതൊക്കെ വെരി ഫാസ്റ്റ് റിയാക്ഷൻസിൻ്റെ എക്സാമ്പിളാണ്. ഇനി മീഡിയം സ്പീഡിലുള്ള റിയാക്ഷൻസ് നോക്കുകയാണെങ്കിൽ ഫെർമെൻറ്റേഷൻ ഓഫ് ഷുഗർ, റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ്, ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഫ്രൂട്ട് റൈപ്പൻ ചെയ്യുന്നതും ഷുഗർ ഫെർമെൻറ്റ് ചെയ്യുന്നതും ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്യുന്നതും അതെല്ലാനും ഒരു മീഡിയം സ്പീഡിൽ നടക്കുന്ന റിയാക്ഷൻസ് ആണ്. മീഡിയം സ്പീഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില മണിക്കൂറുകളോളോ അല്ലെങ്കിൽ ദിവസങ്ങളോളോ ഒക്കെ എടുത്തിട്ട് നടക്കുന്ന റിയാക്ഷൻസ്. ഇനി വെരി സ്ലോ റിയാക്ഷൻസിൻ്റെ കാറ്റഗറിയിൽ ആ റിയാക്ഷൻസ് ചിലപ്പോൾ മാസങ്ങളോളോ ദിവസങ്ങളോളോ മാസങ്ങളോളോ അല്ലെങ്കിൽ വർഷങ്ങളോളോ എടുത്തിട്ട് വളരെ സ്ലോയിൽ നടക്കുന്ന റിയാക്ഷൻസ്. എക്സാമ്പിൾ ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്ന ആ പ്രോസസ്സ് നല്ല സ്ലോ റിയാക്ഷനാണ്. ഫോർമേഷൻ ഓഫ് ക്രൂഡ് ഓയിൽ, ഓർഗാനിക് മാറ്ററിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഫോം ചെയ്യുന്ന ആ പ്രോസസ്സും വളരെ സ്ലോ റിയാക്ഷൻസ് ആണ്. പിന്നെ റോക്സിൻ്റെ വെതറിങ്, കെമിക്കൽ വെതറിങ് വെച്ചിട്ടുള്ള ചേഞ്ച് നടക്കുന്നതും എല്ലാം സ്ലോ റിയാക്ഷൻസിൻ്റെ കാറ്റഗറിയിൽ. ക്വസ്റ്റ്യൻ: വാട്ട് മെഷേഴ്സ് ഡു വി ടേക്ക് ടു പ്രിവെൻറ്റ് ദ സ്പോയിലേജ് ഓഫ് ഫുഡ്? ഫുഡ് സ്പോയിൽ ചെയ്ത് പോകുന്ന ആ പ്രോസസ്സിനെ നമുക്ക് എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അതിനെടുക്കേണ്ട സ്റ്റെപ്സുകളാണ് ചോദിച്ചിരിക്കുന്നത്. ഫുഡ് സ്പോയിൽ ചെയ്യുക എന്നുള്ളത് അതൊരു കെമിക്കൽ റിയാക്ഷനാണ് ആ ഫുഡ് ഐറ്റത്തിൽ നടക്കുന്നത്. ആ കെമിക്കൽ റിയാക്ഷനെ നമുക്ക് എങ്ങനെ സ്ലോ ഡൗൺ ചെയ്യുക അല്ലെങ്കിൽ നള്ളിഫൈ ചെയ്യുക, അതായത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ മെത്തേഡ് റെഫ്രിജറേഷനിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ടെമ്പറേച്ചർ കുറയ്ക്കും. അറിയാം, ടെമ്പറേച്ചർ കുറച്ചിട്ടുണ്ടെങ്കിൽ ആ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കുറയുകയാണ് ചെയ്യുന്നത്. ഫുഡിൻ്റെ സ്പോയിലേജ് അങ്ങനെ കൺട്രോൾ ചെയ്യാം. അടുത്ത ഒരു മെത്തേഡാണ് സോൾട്ടിങ്. ഉപ്പ് ആഡ് ചെയ്തിട്ട് നമുക്ക് ചില ഭക്ഷണ പദാർത്ഥങ്ങളുടെയൊക്കെ സ്പോയിലേജ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ക്യാനിങ്, അതായത് ഹീറ്റും സീൽ ചെയ്ത് വാക്വം എൻഷുർ ചെയ്തിട്ടുള്ള ആ പാക്കിംഗ്, അതിനെയാണ് ക്യാനിങ്ങും ഒരു മെത്തേഡാണ്. പ്രിസർവേറ്റീവ്സ് ലൈക്ക് സോഡിയം ബെൻസോയേറ്റ്, സിട്രിക് ആസിഡ് ഒക്കെ കെമിക്കൽസ് ആഡ് ചെയ്തിട്ട് നമുക്ക് സ്പോയിലേജ് ഓഫ് ഫുഡ് കൺട്രോൾ ചെയ്യാം. ഡ്രൈയിങ്, ചില ഫുഡ് ഐറ്റമൊക്കെ നമ്മൾ സോൾട്ട് വെച്ച് അല്ലെങ്കിൽ ഡ്രൈ ചെയ്തൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ അതും ഫുഡിൻ്റെ ലൈഫ് കൂട്ടുകയാണ് ചെയ്യുന്നത്, സ്പോയിലേജ് കുറച്ചിട്ട്. വാക്യൂം സീലിംഗ്, പാക്ക് ചെയ്യുന്നതിന് മുമ്പ് കംപ്ലീറ്റ് എയർ ജസ്റ്റ് റിമൂവ് ചെയ്ത് വിത്തൗട്ട് വേറെ പ്രോസസ്സൊന്നും നടത്തുന്നില്ല, ജസ്റ്റ് പാക്ക് ചെയ്യുന്നതിന് മുമ്പ് കംപ്ലീറ്റ് എയർ റിമൂവ് ചെയ്തു. അതും ഒരു മെത്തേഡ് ഓഫ് ഈ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ദെൻ സ്റ്റെറിലൈസേഷൻ, ഹാംഫുൾ ബാക്ടീരിയനെയൊക്കെ കില്ല് ചെയ്ത് ബാക്ടീരിയക്ക് വളരാനുള്ള ആ എൻവയറൺമെൻറ്റ് ഇല്ലാതെ ആക്കിയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പോയിലേജ് ഓഫ് ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.